ഹായ് എവരോൺ, ഏവർക്കും ക്രാഫ്റ്റ് ട്രേഡിംഗ് മെല്ലിന്റെ ഒരു ലൈവ് ക്രാഫ്റ്റ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 8 ജൂലൈ 2024. അപ്പൊ ഇന്ന് നമ്മൾ ഹോൾസെയിലായിട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ബിഹേവിയറും ഞാൻ എന്തിന് ഈ സൈഡിൽ നിന്ന് ഹോൾസെയിലൊരു ഒരു എൻട്രി എടുത്തു, എന്തിന് ഞാൻ ഷോർട്ട് സൈഡിന് നോക്കുന്നില്ല, അതിനെപ്പറ്റി ഒരു ലോജിക്കുകളും പിന്നെ ഈ വന്നൊരു മൂവിന്റെ പിന്നിലെ റീസൺ ഞാനൊന്ന് പറഞ്ഞു തരാം. മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ ഒരു സ്ട്രോങ് സെല്ലിംഗ് പോലെ ഇപ്പം കാണിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്ന് മൾട്ടിപ്പിൾ ഈ ഏരിയയിൽ നിന്ന് കണ്ടിന്യൂ സെല്ലിംഗ് വന്നാണ് മാർക്കറ്റ് സ്ലോഷ്ലി പോകുന്നത്. ബട്ട് സെല്ലേഴ്സിൽ കുറച്ച് സ്ട്രോങ് ഉണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റ് കണ്ടിന്യൂ താഴത്ത് വരുന്നു. മാർക്കറ്റ് കണ്ടിന്യൂ മുകളിലോട്ട് പോകാൻ വളരെയധികം ചാൻസസ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ എൻട്രിയും എൻ്റെ ഈ രണ്ട് ടൈപ്പിൽ എൻട്രിയാണ് ഇവിടെ എടുത്തത്. ഓക്കെ, ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുകയും ചെയ്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇട്ടിരുന്നു. ആ ഏരിയയിൽ സെക്കൻഡ് എൻട്രി എടുക്കുകയും ചെയ്തു. ഇപ്പം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഞാൻ ട്രേഡിൽ പിന്നെ ലോജിക്ക്, അതുപോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഓക്കെ, ഒട്ടും സമയങ്ങൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് ലാസ്റ്റ് ഡേയിനെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലൊരു ഫോൾ, ഈ ഒരു ഫോൾ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ഫോളിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പ്രിപ്പറേഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഫോൾ എന്തിന് വന്നു, എങ്ങനെ വന്നു, ഇങ്ങനെയൊക്കെ ഫോൾ വന്നാൽ എന്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം എൻ്റെ ഒരു എൻട്രിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് ക്ലിയർ ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ചാർട്ട് പാറ്റേണിന്റെ മുകളിൽ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പോയവരെ ഓക്കെ ഈ സ്വിങ്ങിന് നോക്കുക. ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക, ഈ സ്വിങ്ങിന് മുകളിൽ ലിക്വിഡിറ്റി ഹണ്ടിങ് ഉണ്ടാകും. ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി ഹണ്ടിങ് ഉണ്ടായാൽ ഇവിടെ വന്ന് മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി ഇതിന് മുകളിൽ പോയവരുടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം മുകളിലോട്ട് മൂവ് ആകണം. പക്ഷെ എന്താണ് മാർക്കറ്റ് ഇന്ന് ചെയ്ത്? മാർക്കറ്റ് എക്സാക്റ്റ് ഇന്നലെ ആ സെയിം ഏരിയയിൽ പിന്നെയും സെല്ലിംഗ്. ഒരു നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് എത്ര വട്ടമാണ് സെല്ലിംഗ് എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യുന്നത് നോക്കുക. ഒരു വട്ടം വന്നു, രണ്ടാമതും വന്നു, സെയിം ഈ ഏരിയയിൽ ചെന്നപ്പോൾ കണ്ടിന്യൂ ചെയ്യണം. ഇവിടുന്ന് ഷാർപ്പ് സെല്ലിംഗ് ആയിരുന്നു. ബട്ട് ഇവിടെ അത്ര ഷാർപ്പ് സെല്ലിംഗ് അല്ല, ബിക്കോസ് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ടാണ്. ട്രെൻഡ് ലൈൻ കൂടി ഞാൻ വരച്ചു തരാം. ആളുകൾക്ക് എവിടെ എങ്ങനെ എൻട്രി എടുക്കണം ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ പഞ്ചാര മാർക്കറ്റ് നോക്കാം. ജസ്റ്റ് ട്രെൻഡ് ലൈൻ, നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ കേട്ടോ കണ്ടു. ഓക്കെ, ഇവിടെ ഈ അതിന് മുന്നത്തേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ട്രെൻഡ് ലൈൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഇവിടുന്ന് ഈ ഏരിയ സപ്പോർട്ട് എടുത്തു. ഓക്കെ, ഈ ഏരിയ സപ്പോർട്ട് എടുത്തു, ഈ ഏരിയ സപ്പോർട്ട് എടുത്തു, ഈ ഏരിയ സപ്പോർട്ട് എടുത്തു. ഇവിടെ നോക്കുക, ഈ മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തതും ക്വിക്കായിട്ട് മൂവ് ആയി. ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. ആ സപ്പോർട്ട് സോണിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ്. ബ്രേക്ക് ചെയ്ത ഉടനെ നല്ല മൂവ് വന്നു. അടുത്ത ട്രെൻഡ് ലൈന് കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഇവിടെ വന്നതും കണ്ടിൽ നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് പോയി. പക്ഷെ ഇവിടെ വന്നപ്പോൾ നോക്കുക, ഇവിടെ വന്നപ്പോഴുള്ള മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കുക. മാർക്കറ്റിന്റെ ബിഹേവിയർ അവിടെ മനസ്സിലാക്കിയ മാർക്കറ്റ് ഇവിടെ പോകുന്നു, റിജക്ഷൻ എടുക്കുന്നു, ഈ ഏരിയ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. ബട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നില്ല, ഈ ഏരിയ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ ഷോർട്ട് സൈഡിലോട്ട് എൻട്രി എടുക്കും. പക്ഷേ ഇതൊരു എൻട്രി വന്നു, മാർക്കറ്റ് ക്വിക്കായിട്ട് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ സ്ട്രിക്ട്ലി നിങ്ങളുടെ എൻട്രിയിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുക. എൻട്രിയിൽ കോസ്റ്റ് എക്സിറ്റ് ആയി പോകാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, ഇത് ഈ ഒരു മൂവ് നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഈ ഒരു മൂവില് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി താഴത്ത് വരികയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഒരു സുഹൃത്ത് എനിക്ക് ചോദിച്ചിരുന്നു, അദ്ദേഹം ഈ ഏരിയ ബ്രേക്ക് ചെയ്ത ഉടനെ ഓക്കെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തു, ഇതിന് മുകളിൽ ഇതിനൊരു താഴത്ത് ബ്രേക്ക് ചെയ്തപ്പോൾ അദ്ദേഹം എൻട്രി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തെറ്റാണ്. ബിക്കോസ് മാർക്കറ്റിന് ഒരു വട്ടം മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തു, രണ്ട് വട്ടം എടുത്തു, മൂന്ന് വട്ടം എടുത്തു. പക്ഷെ മൂന്നാമത്തെ വട്ടം, രണ്ട് വട്ടവും മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത്. നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. പക്ഷെ മൂന്നാമത്തെ വട്ടം വന്നിട്ട് മുകളിലോട്ട് പോകുന്നത് പോലെ കാണിക്കുന്നുള്ളൂ. മുകളിലോട്ട് പോകും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു, അങ്ങനെയുള്ള സാഹചര്യം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും, മുകളിലോട്ട് പോകും. റീടെസ്റ്റ് നോക്കുക, റീടെസ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ മാർക്കറ്റ് നോക്കുക, അത് പിക്ക് ചെയ്ത് ഡേ ലോയൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൻട്രി അവിടെ നോക്കണം. ഒന്നില്ലെങ്കിൽ ഈ ഒരു എൻട്രിയിൽ ഓക്കെ പ്രൈസ് ആക്ഷൻ ചെയ്യുന്ന സാധാരണ റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഇതിന് ഈ ബ്രേക്ക്ഔട്ടിന് മുന്നേ എൻട്രി എടുക്കാം താഴത്തോട്ട്. അതർവൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഡേലോ, അറ്റ്ലീസ്റ്റ് ഈ ഡേലോയ്ക്ക് താഴെ 30 പോയിന്റ് താഴെ പ്രീമിയം ഇട്ട് വെക്കാം. 30 പോയിന്റ് താഴെ പ്രീമിയം ഇട്ട് വെക്കാൻ നിങ്ങൾക്ക് എൻട്രി കിട്ടും. അങ്ങനെയാണ് ഞാൻ ഈ ഡേലോയ്ക്ക് താഴെ 30 പോയിന്റിന്റെ 25 പോയിന്റ് ആണ് ഇട്ടത്. അതിനുശേഷം മാർക്കറ്റ് മൂവ് തന്നു, ഏകദേശം 60 പോയിന്റിന്റെ പ്രീമിയം എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ബട്ട് സഡൻലി മാർക്കറ്റ് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസിൽ നിന്ന് തന്നെ മാർക്കറ്റ് ക്വിക്ക് റിജക്ഷൻ എടുക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഞാൻ ഇവിടെ ഈ ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് കണ്ടു. ആ ഏരിയയിൽ നിന്ന് ഹാഫ് ക്വാണ്ടിറ്റി ഓക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി എടുക്കാം. അതിനുശേഷം നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ നമ്മുടെ ഹാഫ് ക്വാണ്ടിറ്റി കൂടി വെക്കാം. അവിടെ അങ്ങനെ ഹാഫ് ക്വാണ്ടിറ്റി എടുത്ത് മാർക്കറ്റ് സ്വാൻസിന്റെ മുകളിലോട്ട് പിന്നെ പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതിനുള്ള റീസൺ എന്താണ്? ലാസ്റ്റ് ഡേയിലെ സെല്ലിങ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ഡേയിലെ സെല്ലിങ്
ഇതാണ്. ഓക്കെ, ഈ സെല്ലിങ് നിയർലി ഈ ഏരിയ ഇതാണ് നല്ല സ്ട്രോങ് ആയിട്ട് വന്ന സെല്ലിങ്. ഇപ്പൊ ഇവിടുന്ന് കണ്ടിന്യൂ നിയർലി 1.6 ഏകദേശം 900 പോയിന്റിന്റെ മൂവ് തന്നു. ഓക്കെ, 900 പോയിന്റിന്റെ മൂവ് തന്നപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ പഴയ സിസ്റ്റം തന്നെയാണ് ഫിബൊനാച്ചിയുടെ റീട്രേസ്മെന്റിന്റെ 50% നമ്മുടെ റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഫിബൊനാച്ചി ടു ഈ ലോ വരെ എക്സ്റ്റെൻഡ് ചെയ്തു, ഈ സൈഡിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. നോക്കുക, മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം 50% ഏരിയയിൽ 50% ഏരിയയിൽ എത്ര ടൈം വന്നിട്ടുണ്ട്? ഒരു വട്ടം വന്നു, 2 വട്ടം വന്നു. മാർക്കറ്റ് 50% ബ്രേക്ക് ചെയ്തു, പിന്നെയും ബ്രേക്ക് ചെയ്തു, പിന്നെയും ബ്രേക്ക് ചെയ്തു. അറ്റ്ലീസ്റ്റ് ഇനി ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 61.8 മുകളിൽ പോകാൻ വളരെ അധികം സാധ്യതയുണ്ട്. ബിക്കോസ് നിറയെ സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഈ ഏരിയ ബൈ ചെയ്തവരെ, അതിനുശേഷം ഈ ഏരിയ സെല്ല് ചെയ്തവർ, റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യുന്ന എങ്ങനെയാണ് അവരെങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? ലാസ്റ്റ് സ്വിങ്, ആ സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, പ്രൈസ് ആക്ഷൻ. കണ്ടോ, ഇത് പ്രൈസ് ആക്ഷൻ ആണ്. എല്ലാവരും ഈ പ്രൈസ് ആക്ഷനിൽ ചാടി കയറി റീറ്റെയിലേഴ്സ് സെല്ല്, സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലോട്ട് പോകും. ബട്ട് മാർക്കറ്റിൽ സെല്ലിംഗ് ഉണ്ടാവും. ബട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഏരിയയിൽ നിന്ന് ബൈ ചെയ്ത് സഡൻ മൂവിങ്ങിന് സ്പൈക്ക് തരാൻ വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ലോജിക്ക് മനസ്സിലാക്കുക, സൈക്കോളജി മനസ്സിലാക്കിയെടുക്കുക, എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ നല്ല നല്ല ട്രേഡേഴ്സ് എൻട്രി എടുക്കുക. നമ്മൾ ആ ട്രേഡേഴ്സിന്റെ പാത പിന്തുടരുകയാണ് ഞാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ അത് നിങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുക. നല്ല അറിവ് നേടാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ജസ്റ്റ് നമ്മൾ പൊസിഷൻസ് കൂടി ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ജസ്റ്റ് ആ പൊസിഷൻസ് ഉണ്ട്. ഒരു നല്ലൊരു പ്രീമിയം ഡി കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രീമിയം ഡി കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഈ എൻട്രി നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉണ്ടോ, ഈ ഏരിയ എൻട്രി എടുത്താണ്. പക്ഷേ ഈ ഏരിയ ടൈം പാസ് ചെയ്ത് പുഷ് ചെയ്തോടുകൂടി എന്ത് സംഭവിക്കും? പ്രീമിയം ശരിക്കും നല്ല രീതിയിൽ ഡി കെ ആവും. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നിയർലി ഈ ഏരിയ എൻട്രി എടുത്ത് ഏകദേശം 11:45, ഇപ്പൊ നിയർലി ടൈം 1:45, അതായത് 2 മണിക്കൂർ ഏകദേശം ഇന്നും ഈ ഏരിയ തന്നെ. സോ അങ്ങനെ വരികയാണെങ്കിൽ ഡീപ്പ് ഇൻ ദ മണി ആണെങ്കിൽ തന്നെങ്കിൽ കൂടെ നമുക്ക് എഗെയിൻസ്റ്റ് വന്നു, ആ ഏരിയ പിന്നെയും പുഷ് ചെയ്യുന്നു, പിന്നെയും മാർക്കറ്റ് താഴ്ത്തു വരുന്നു, പിന്നെയും പുഷ് ചെയ്യുന്നു, പിന്നെയും താഴ്ത്തു വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ പ്രീമിയം ശരിക്കും ഡീപ്പ് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, എപ്പോഴും ഡീപ്പ് ഇൻ ദ മണി എടുക്കാൻ നോക്കുക. ഏറ്റവും വലിയ ഡീപ്പ് ഇൻ ദ മണിയാൽ അറ്റ്ലീസ്റ്റ് ഒരു 500-600 റേഞ്ചിലുള്ള ഇൻ ദ മണി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ നിങ്ങൾ ഇവിടെ ഔട്ട് ഓഫ് ദ മണിയൊക്കെ എടുക്കുകയാണെങ്കിൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നതാണ് ഹ്യൂജ് ക്വാണ്ടിറ്റി വാങ്ങാൻ ശ്രമിക്കും. ഹ്യൂജ് ക്വാണ്ടിറ്റി വാങ്ങി OTM ഹ്യൂജ് ക്വാണ്ടിറ്റി വാങ്ങി. അങ്ങനെ ഈ ഏരിയയിലൊന്നും അവർ പ്രീമിയം ഡി കെ അവർക്ക് ലോസിൽ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ ഇനി അവർക്ക് നല്ലൊരു പുഷ് തന്നെങ്കിൽ മാത്രം, ഈ ഏരിയ പുഷ് ചെയ്തെങ്കിൽ മാത്രം അവർക്ക് പ്രോഫിറ്റ് കയറും. പക്ഷെ നമുക്ക് ഇതേപോലെ ഒരു പുഷ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഏരിയയിലേക്ക് ഒരു നല്ല പ്രോഫിറ്റ് ആവും. ഓക്കെ, നല്ലൊരു പ്രോഫിറ്റ് ആയി നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനിവേ നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്. മാർക്കറ്റ് എല്ലാം നമ്മുടെ ഫേവറിൽ വരുമോ, അത് നമുക്ക് എഗെയിൻസ്റ്റ് പോകുമോ, നമ്മൾ പോകാതിരിക്കും. മാർക്കറ്റാണ് എന്ത് സംഭവിക്കാം. ഓക്കെ, നമ്മളൊരു എൻട്രി എടുത്തു, അതിൽ പേടിക്കാതിരിക്കുക. ഓക്കെ, അതിൽ പേടിച്ച് നമ്മൾ ഇതിനകത്ത് പിന്മാറാതിരിക്കുക. നമ്മൾ സാധാരണ റീറ്റെയിലേഴ്സിന് പഠിക്കുന്ന പേടിയാണ്. നമ്മൾ എൻട്രി എടുത്ത് തെറ്റിപ്പോട്ടെ, കുഴപ്പമില്ല, പ്രശ്നമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങളുടെ ഡയറക്ഷൻ മനസ്സിലാക്കിയ എൻട്രി എടുത്തെങ്കിൽ മാർക്കറ്റ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ്, അത് വൺ സൈഡ് മൂവ് കണ്ടിന്യൂ തരാത്ത ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പോയാലും അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് നിങ്ങളുടെ ബ്രേക്ക് ഈവനിൽ വരും. ഓക്കെ, ബ്രേക്ക് ഈവനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എക്സിറ്റ് ആകാൻ ശ്രമിക്കുക. ഓക്കെ, ബ്രേക്ക് ഈവനിൽ നിങ്ങൾ എക്സിറ്റ് ആകാൻ ശ്രമിക്കുക. ബിക്കോസ് മാർക്കറ്റിൽ നമ്മൾ എഗെയിൻസ്റ്റ് പോകാൻ പാടില്ല. നമ്മൾ ഒരു വട്ടം എന്താ പറയാ, നമ്മൾ തെറ്റായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പൊസിഷൻസ് എക്സിറ്റ് ആകാൻ നോക്കും. ഞാൻ ഇപ്പം കണ്ടോ, എന്റെ മാർക്കറ്റ് എഗെയിൻസ്റ്റ് പോയി, പക്ഷേ നമ്മുടെ എന്റെ ഫേവറിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ കുറച്ചൊരു പുഷ് കിട്ടിയാണ് ഞാൻ ഇവിടെ എക്സിറ്റ് ആവും. അതർവൈസ് എന്റെ കോസ്റ്റിൽ ഞാൻ എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ചെറിയ ലോസിൽ ഞാൻ എക്സിറ്റ് ആയി പോകും. ഞാൻ ഒരിക്കലും ഈ മാർക്കറ്റ് ഇതിന് താഴേക്ക് വരികയാണ് ഞാൻ ഇവിടെ നിന്ന് കാത്തു നിൽക്കില്ല. എന്റെ എൻട്രിയിൽ തന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ ചെറിയ ലോസ് ഉണ്ടാവും, കുഴപ്പമില്ല. മാർക്കറ്റിൽ എന്നും പ്രോഫിറ്റ് തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചെറിയ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ, ലോസിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധാരണക്കാർക്ക്, റീറ്റെയിലേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. അവർ ഹോപ്പിലിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഹോപ്പിലിരിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റിന് നമ്മളൊരു പ്രത്യേകിച്ച് വൈരാഗ്യ ഉദ്ദേശമോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തൊന്നും അല്ല മാർക്കറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവല്ല മാർക്കറ്റ്. നമ്മളോട് ഒരു മാർക്കറ്റിന് ഒരു പേഴ്സണലായിട്ട് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. നമ്മൾ കൂടുതൽ മാർക്കറ്റിന് അറ്റാച്ച്മെന്റ് ആകാതിരിക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാൻ എന്താ സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ അധികം നിൽക്കുന്നില്ല. നമ്മുടെ പൊസിഷൻസ് ജസ്റ്റ് ഓക്കെ ഒന്ന് എക്സിറ്റ് ചെയ്തേക്കാം. ഓക്കെ, എക്സിറ്റ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഓക്കെ എക്സിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നോക്കിയേക്കാം. മാർക്കറ്റിൽ
ഫേവറിൽ വരുന്നുണ്ട്. ഇതാണ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഒരു ക്വാണ്ടിറ്റി ഞാൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു പ്രീമിയം സ്പൈക്ക് തന്നു. അപ്പോൾ പ്രീമിയം സ്പൈക്ക് തന്നതിന് ശേഷം പെട്ടെന്ന് റിജക്ട് ചെയ്തു. അതിനുശേഷം അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിന് മുകളിൽ. ഓക്കെ, ഈ ഒരു സിങ്ങിന് മുകളിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട് മുകളിൽ ഈ ഒരു ഏരിയയിൽ. ബട്ട് അതിനുശേഷം മാർക്കറ്റ് ചാഞ്ചാട്ടം കാണിക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിം 1 മിനിറ്റ് കൂടി ഇടാം. ഓക്കെ, 1 മിനിറ്റിൽ നോക്കാം. കേട്ടോ, 1 മിനിറ്റിൽ പുഷിംഗ് ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ ഒരു പുഷിംഗ് തരികയാണ്. അല്ലെങ്കിൽ ഇതിന് താഴെ നമുക്ക് എക്സിറ്റ് ആകാം. ഓക്കെ, ഞാൻ എന്റെ മൊബൈലിൽ പൊസിഷൻസ് എടുക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഫേവറിൽ പോകണം നല്ല രീതിയിൽ മുകളിലോട്ട് പോകണം. നമ്മൾ ഒരു ക്വാണ്ടിറ്റി സേവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻട്രി ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇത് കണ്ടിട്ട് എനിക്ക് ഇതിന്റെ ഒരു നല്ലൊരു മൂവ് കിട്ടിയതായിരുന്നു. ബട്ട് അതെനിക്കൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനഫ് ഓക്കെ, ഇനഫ് ആണ്. നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിരുന്നു. ഒരു 18K പ്ലസ് എനിക്ക് പ്രോഫിറ്റ് കാണിച്ചു. ബട്ട് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു പുഷിൽ ഞാൻ പ്രതീക്ഷയിലാണ്. ഞാൻ ഒരു പുഷൻ നല്ല രീതിയിൽ ഈ ഒരു ഏരിയ വരെയൊക്കെ ഞാൻ പ്രതീക്ഷയാണ്. മാർക്കറ്റ് പോകാൻ സാധ്യതയാണ്. സ്ലോ ആൻഡ് സ്റ്റഡി ഈ ഏരിയയിൽ നിന്നിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ഇങ്ങനെ മുകളിലോട്ട് പോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. നമുക്ക് വേണ്ട ഒരു ഓപ്ഷൻ ബയ്യർക്ക് വേണ്ട ഒരു മൊമെന്റ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ഓപ്ഷൻ ബയ്യർക്ക് വേണ്ടത് ഒരു മൊമെന്റ് ആണ്. ആ മൊമെന്റം ക്യാച്ച് ചെയ്തതിന് ശേഷം അത് നിൽക്കാൻ പാടില്ല. ഓക്കെ, സാധാരണക്കാരെ ചെയ്യുന്ന ഒരു തെറ്റ്, അവർ എപ്പോഴും സാധാരണക്കാർ റേറ്റ് എന്നെ പോലുള്ള ഒരാൾ, നമ്മളെ പോലെ ഒരാൾ എപ്പോഴും ഹോപ്പിലിരിക്കും. അയാൾക്ക് ഡയറക്ഷൻ അറിയാം, അയാൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ സാധാരണക്കാരന് സംഭവിക്കുന്നത് അവൻ ആ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് എവിടെയാണെന്ന് അറിയില്ല. സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ്ങിന് എഗെയിൻസ്റ്റ് പുള്ളിക്കറിയാം ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ആവും. പക്ഷെ അതിന് മുന്നേ ഇറങ്ങും. പക്ഷെ ആ സ്റ്റോപ്പ് ലോസ് ഫണ്ട് ചെയ്യും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഒരേ ഒരു എന്താ പറയുക, ഒരു ഉപദേശം പോലെയുള്ള കേൾക്കുക. നിങ്ങൾ എവിടെ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നു, അവിടെ എൻട്രി എടുക്കാതിരിക്കാൻ ശ്രമിക്കും. അതിന് പകരം നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നു, അവിടെ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അവിടെ എൻട്രി ഫുൾ ക്വാണ്ടിറ്റി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി എടുക്കുക. അതിനുശേഷം നിങ്ങൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അവിടെ ആ ക്വാണ്ടിറ്റി എടുക്കുക. ഞാൻ പറയുന്നത് 99% ഓഫ് ചാൻസസ് ഉണ്ട്. ഞാൻ ഒരിക്കലും 100% ഒന്നും പറയത്തില്ല. മാർക്കറ്റ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പോയെങ്കിലും വൺ സൈഡ് മൂവ് അല്ലാത്ത ദിവസമാണെങ്കിൽ, ഒരു ട്രെൻഡിന്റെ അല്ലാത്ത ദിവസമാണെങ്കിൽ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി നിങ്ങൾ ബ്രേക്ക് ഈവൻ വരെയും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആദ്യത്തെ എൻട്രി നിങ്ങൾ ചെറിയ ലോസിലാണെങ്കിൽ രണ്ടാമത്തെ എൻട്രി ഫ്രഷ് എൻട്രി ഇടുക. അതിനകത്ത് ആഡ് ചെയ്യരുതിരിക്കുന്നത്. ഫ്രഷ് എൻട്രി എടുക്കുക. ആ ഫ്രഷ് എൻട്രി നിങ്ങളെ മുകളിലോട്ട് കൊണ്ടുവരികയും നിങ്ങളുടെ ലോസസിന് കവർ ചെയ്യുകയും നിങ്ങൾ ബ്രേക്ക് ഈവനിൽ അറ്റ്ലീസ്റ്റ് ഇറങ്ങി പോകാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ മാക്സിമം ഡേയ്സ് ചെയ്യുക. അപ്പൊ എന്റെ ഈ ഒരു സ്ട്രാറ്റജി വെച്ചാൽ കഴിഞ്ഞൊരു 3-4 മാസം ഏപ്രിൽ തൊട്ട് ചെക്ക് ചെയ്യുന്നു. ഇങ്ങനെ 3-4 ദിവസത്തെ എന്റെ സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ആയിട്ടുള്ളൂ. എനിക്ക് ലോസിൽ എക്സിറ്റ് പോയത്, അതായത് 4 ദിവസവും ട്രെൻഡിന്റെ ആയിരുന്നു. ഞാൻ അതിന് എഗെയിൻസ്റ്റ് പോയപ്പോൾ മാത്രമാണ് എനിക്ക് ലോസ് സംഭവിച്ചത്, നല്ല ലോസ് സംഭവിച്ചു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ, ട്രെൻഡിന്റെ ദിവസങ്ങളിൽ ഹോപ്പിലിരിക്കരുത്. ഒരു വട്ടം മാർക്കറ്റ് ബ്രേക്ക് ഈവനിൽ ഇറങ്ങാൻ ചാൻസ് തരികയാണ്, അവിടെ ഇറങ്ങി പോവുക. ബിക്കോസ് നല്ല ലോസ് ഞാൻ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയോ അതിന്റെ 60% ഈ 4-5 ദിവസത്തെ സ്റ്റോപ്പ് ലോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ എല്ലാം ഹ്യൂമൻസ് ആണ്. നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. അത് മനസ്സിലാക്കിയെടുക്കും. നമ്മൾ റോബോട്ട് ഒന്നും അല്ല. നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എത്രയല്ല, മാർക്കറ്റ് നമ്മളോട് ഒരു വിരോധവും മാർക്കറ്റിനില്ല. നമുക്ക് മാർക്കറ്റിനോട് ഒരു സൗഹൃദവും ഒരു വിരോധവും ഇല്ല. മാർക്കറ്റിന്റേതായ രീതിയിൽ കാണുക. അതിനകത്ത് ഇമോഷൻസിനെ, നമ്മുടെ ചിന്തകളെ അതിനകത്ത് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയാൻ മനസ്സിലാക്കുക. നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ഭയത്തെ, നമ്മുടെ ഗ്രീഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ആർത്തി പാടില്ല. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. നമ്മുടെ ഗ്രോത്ത് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫേസ് കാണിച്ചു എനിക്ക് വീഡിയോ എടുക്കേണ്ടി വന്നത്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം മാർക്കറ്റ് പോകുന്നുണ്ടോ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് പോകും. പറയില്ലേ, നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് മൂവ് ആവും. നമുക്ക് ചെറിയൊരു മൂവ് ഓപ്ഷൻ പേർക്ക് വേണ്ടത് മൊമെന്റം ക്യാച്ച് ചെയ്യാൻ ഇറങ്ങി പോവാം. ഒരിക്കലും ഹോപ്പിലിരിക്കാൻ പാടില്ല. പോകാതിരിക്കുക, എന്ത് വേണേലും ആയിക്കോട്ടെ. നമുക്കൊരു മൊമെന്റം കിട്ടും, അതിനകത്ത് എക്സിറ്റ് ആകുക. ഷൂട്ട് ചെയ്യണുണ്ടോ നല്ല രീതിയിൽ പോകും. മൂവ് ആകാൻ നല്ല ചാൻസസ് ഉണ്ട്. ഇത് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി. ഓപ്ഷൻ ബൈയിങ് ഈ ലോകത്തെ ഏറ്റവും ടഫ് ജോബാണ്. ഓക്കെ, ഏറ്റവും ടഫ് ബിസിനസ് ആണ് ഓപ്ഷൻ ബൈയിങ്. അത് മനസ്സിലാക്കിയെടുക്കുക. കോടാനുകോടി രൂപയായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓപ്പറേറ്റേഴ്സും മാർക്കറ്റിലുണ്ട്. അവരൊക്കെ വളരെ വളരെ സ്മാർട്ടാണ്. അപ്പൊ അത്രയും വലിയ സ്മാർട്ടായുള്ള ആളുകളുടെ നമുക്ക് പൈസ എടുക്കണമെങ്കിൽ നമ്മൾ അവരെക്കാളും വലിയ സ്മാർട്ട് ആവണം. അവരെക്കാളും വലിയൊരു സ്റ്റെപ്പ് മുന്നിൽ നമ്മൾ ചിന്തിക്കണം. ഇനി ഇത്രയുള്ളവർക്കും അടുത്ത വീഡിയോ കാണുമ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.